ഇതൊക്കെ ഞാൻ ബക്കറ്റിൽ നട്ടണ ചേനയാണ്. ഇതൊക്കെ ഇത്രയായി. ഒരെണ്ണം താഴെ ഉണ്ട് കേട്ടോ. ബക്കറ്റിൽ നട്ടണ ചേന. പിന്നെ അതേ ഗൈസ് ഞാൻ എന്താ സാധനം ഇത്രയും നടാൻ വേണ്ടി സാധനങ്ങൾ നടാൻ വേണ്ടി ഗ്രോ ബാഗ് നിറച്ച് വെച്ചിരിക്കുന്നതാണ്. വിത്തുകൾ കുറച്ച് ഇരിക്കണമുണ്ട്, കുറച്ച് വരാനുമുണ്ട്. ഇതെൻ്റെ ഇഞ്ചിയാണ്. ഇഞ്ചി നട്ട് വെച്ചിരുന്നതാണ്. ബീൻസ് ഇത് കണ്ട. ബീൻസ് ഉണ്ടായി തുടങ്ങി. അധികമൊന്നും ഇല്ലെങ്കിലും പൂവ് നിത്യവഴുതനങ്ങയൊക്കെ ഇങ്ങനെ പടർന്നത് കണ്ട. മന്തലിൽ കൂടി കയറി നടക്കണ്ടെങ്കിൽ മുട്ട് വിടാനായിട്ട് ചെറിയ ഇത് വന്നു തുടങ്ങി. പക്ഷെ മുട്ടാനായിട്ടില്ല. പിന്നെ എൻ്റെ അന്നത്തെ റോബസ്റ്റ് ഇത്രയായിട്ടോ. അവിടെ വെയിലിൻ്റെ ഇന്നലെ ഒരു മഴ കിട്ടിയായിരുന്നു. എല്ലാം നല്ല ഇതായിട്ട് ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലല്ലേ ഇവിടെ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് പുതിയ നാമ്പ് വന്നത് അത് ഇപ്പോഴത്തെ ഇത്രയായി. ഒരെണ്ണം കയറി ഇത്രയായി. അയ്യോ കൂട്ടുകാരെ, വെണ്ടക്ക ഒത്തിരി ഇപ്പുണ്ടല്ലോ. വെണ്ടക്ക എടുക്കാൻ മറന്നു. മൂത്ത് പോവും പെട്ടെന്ന്. ഇങ്ങനെയുള്ളത് എൻ്റെ പയറ്. പയർ താഴെ വീണ് കിടന്നിട്ട് ഞാൻ കയറ്റി വെച്ചേക്കാണ്. നീളമുള്ളത് അതാണ്. പിന്നെ അവിടെ എൻ്റെ പാവലയിൽ പാവക്ക അവിടെ അടുത്ത് പോയാലേ കാണാൻ പറ്റുള്ളൂ. ദൂരെ നിന്ന് അങ്ങോട്ടായതുകൊണ്ട് അത്ര അങ്ങോട്ട് ആവണില്ല. ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ എൻ്റെ 10 മണിച്ചെടിയിൽ പൂ വെക്കണമുണ്ടോ. ഇത്തിരി ചാണകപ്പൊടിയും ഇച്ചിരി പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തത് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രോത്തായി പെട്ടെന്ന് റെഡിയായി. പിന്നെ എൻ്റെ ഇത് നോക്കി ശംഖുപുഷ്പം നട്ടിട്ട് ഞാൻ ഒരു കമ്പ് ഇങ്ങനെ വളച്ച് വെച്ചേക്കാണ്. അതിൽ നീലയും ഇപ്പുറത്തെ സൈഡിൽ കൂടി വെള്ളയാണ് കയറിയാണ്. ഓക്കേ.